ഹായ്, എൻ്റെ പേര് മീനുപ്രിയ. എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെ ഫൈനൽ LLBക്ക് പഠിക്കുകയാണ്. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. ഏത് പണ്ഡിതനോ പാമരനോ ഏത് പണ്ടാരക്കാലനോ ആരും ആയിക്കോട്ടെ, ഏത് പ്രായക്കാരും ആയിക്കോട്ടെ, എപ്പോ വേണമെങ്കിലും ആർക്കും പിടിപെടാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമാണ് ഡിപ്രഷൻ അഥവാ വിഷാദം. ഏതോ ഒരു പരസ്യത്തിൽ പറഞ്ഞ പോലെ കൃത്യമായ സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വഷളാവാൻ സാധ്യതയുണ്ട്. സത്യമാണ്, വഷളാവാൻ നല്ല സാധ്യതയുണ്ട്. ജോണി ആന്റണി സാറിന്റെ പടം പോലെ ഓടി നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം അവാർഡ് പടമായി ശാന്തമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഡിപ്രഷൻ. ഞാൻ പറഞ്ഞു ഏത് പ്രായക്കാർക്കും വരാം, കൊച്ചു കുട്ടികൾക്ക് വരെ. കണ്ടില്ലേ, കൊച്ചു കുട്ടിയായ എനിക്ക് വരെ ഈ ഡിപ്രഷൻ പിടിപെട്ടു. അങ്ങനെ ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. ഇവിടുന്ന് ഹലോ പറയുന്നതിന് മുമ്പ് അപ്പുറത്തുനിന്ന് കൂട്ടുകാരി പറഞ്ഞു, മുത്തേ പിന്നെ വിളിക്കാം, ഭയങ്കര ഡിപ്രഷൻ, ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലിരിക്കാം, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു ആളങ്ങ് പോയി. നേരെ ഞാൻ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മ, ഔട്ട് കംപ്ലീറ്റ്ലി, വാട്ട് ടു ഡു, എന്ത് ചെയ്യണം ചോദിച്ചു. അമ്മ പറഞ്ഞു, പൊന്നുമോളെ നീ ഒരു കല്യാണം കഴിക്ക്, കല്യാണം കഴിച്ച് 2 പിള്ളേരൊക്കെ ആയി കഴിയുമ്പോൾ നീ അങ്ങ്. അമ്മയ്ക്ക് ഒരു കല്യാണം കൊണ്ട് മതിയായില്ലേ, എന്തെങ്കിലും വെറുതെ വിട്ടൂടെ? എന്റെ മൂക്കി പഞ്ഞു വെച്ച് കടത്താനുള്ള ഒരു ഐഡിയ അല്ല ഞാൻ ചോദിച്ചത്, സമാധാനം, എനിക്ക് അതാണ് വേണ്ടത്. അമ്മ നടപടി ആയില്ല. നേരെ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് വന്നു. ചേച്ചി ഇത് കേട്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, നിനക്ക് വല്ല പ്രേമമുണ്ടോ? ഞാൻ പറഞ്ഞു, ദൈവം സഹായിച്ച് ഇല്ല. എന്നാ വല്ല ബ്രേക്കപ്പോ തേപ്പോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ദൈവം സഹായിച്ച് അതുമില്ല. ഡിപ്രഷൻ വരാൻ മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പ്രേമവും തേപ്പും. ഇത് രണ്ടും ഇല്ലാത്ത നിനക്ക് ഇതെങ്ങനെ വന്നു? ബേബി മോളെ, ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ നേരെ ഞാനൊരു ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, എന്താണ് പ്രശ്നം? അത് ശരി, എനിക്ക് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ എന്നോട് ചോദിക്കുക എനിക്ക് എന്താ പ്രശ്നം. അതെങ്ങനെ ശരിയാവും? ഇതൊക്കെ കേട്ടപ്പോ ഡോക്ടർക്ക് മനസ്സിലായി എന്റെ പ്രശ്നം ഡിപ്രഷൻ ആണ്. ഡോക്ടർ നിർദ്ദേശിച്ചു മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കോളൂ. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നല്ല കാര്യമാണ് യോഗയും മെഡിറ്റേഷനും, നമുക്കറിയാം. അപ്പൊ അതങ്ങോട്ട് തുടങ്ങിക്കോളൂ, എല്ലാം ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. എന്നാ പിന്നെ ഡോക്ടർ പറഞ്ഞാലേ രണ്ടും കൽപ്പിച്ച് യോഗ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. യോഗ മാറ്റ് മേടിച്ച് വെറുതെ കാശൊന്നും കളയണ്ടെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു ഷോളും ചുരുട്ടിക്കുട്ടിയാണ് ഞാൻ പോയത്. യോഗയ്ക്ക് പോയി തുടങ്ങി പിന്നെ നല്ല മാറ്റം കണ്ടു തുടങ്ങി. യോഗ ട്രെയിനർ വളരെ സുന്ദരനും സുമുഖനുമായ ഒരു ചേട്ടനായിരുന്നു. പുള്ളിയെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഡെയിലി കറക്റ്റ് ആയിട്ട് യോഗ ക്ലാസ്സിന് പോകാൻ തുടങ്ങി. എനിക്ക് നല്ല മാറ്റവും കണ്ടു തുടങ്ങി. ഡിപ്രഷൻ അങ്ങനെ കുറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഇനി യോഗ സാറിനെ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞ 2 പിള്ളേരായതാണ്. ഡിപ്രഷൻ ഇങ്ങനെ ഇരുന്നത് പിന്നെ ഇങ്ങനെയായി എന്റെ മൊത്തം റിലേ പോയി. അടുത്ത മാർഗം എന്താന്ന് ഞാൻ ആലോചിക്കാൻ തുടങ്ങി. അമ്മ വിഷ്കണോ എല്ലാവരുടെ ഒരു സ്ഥിരം ചൊല്ല്. ഇത്ര ആയില്ലേ, വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കി തിന്നടി എന്ന് പറഞ്ഞ് അമ്മ പിന്നെ തേച്ചു. ആ ഡിപ്രഷനിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് വല്ലതും കൊടുത്ത് കഴിക്കാന്ന് വെച്ച് ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ അതിനകത്ത് ഒരു തേങ്ങ പോലും ഉണ്ടായിരുന്നില്ല. എന്നാലൊരു മനസ്സമാധാനത്തിന് 5 മിനിറ്റ് കൂടുമ്പോ ഫ്രിഡ്ജ് വെറുതെ തുറന്ന് നോക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ? എനിക്കും ഉണ്ടായിരുന്നു. ഇത് ഓരോ തവണ ഞാൻ ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഫ്രിഡ്ജ് എന്നോട് ചോദിക്കേണ്ട, മോളെ നേരത്തെ നീ എന്താണ് അതിൽ കണ്ടത്? അതൊക്കെ തന്നെ ഇപ്പോഴും ഉള്ളൂ. അതെനിക്ക് കേൾക്കണ്ട്. അതുപോലെ തന്നെ അമ്മയും ചോദിച്ചു, മോന്റെ എന്ത് സാധനം കാണാണ്ടായിട്ട് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കണേ? കറണ്ട് കാശ് നീ അടയ്ക്കോ? ഡിപ്രഷൻ കൊണ്ട് പിന്നെ വയറ് നിറഞ്ഞ ഞാൻ TV കാണാന്ന് വെച്ച് അങ്ങോട്ട് പോയി. TV കാണാൻ തുടങ്ങി. മലയാളം ചാനൽ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. മലയാളം ചാനലാണെങ്കിലും കൂടുതലും തമിഴ്, ഹിന്ദി സിനിമകളാണ് മെയിൻ ആയിട്ട് ഇതിൽ കാണുന്നത്. എന്തായാലും ആവട്ടെ, നേരം പോട്ടെന്ന് വെച്ചാൽ കാര്യമായിട്ടിരുന്ന് കാണുമ്പോ മാരി, നമ്മുടെ ധനുഷിന്റെ സൂപ്പർ ഹിറ്റ് പടം ഞാൻ അങ്ങനെ കാര്യമായിട്ട് കണ്ടോണ്ടിരിക്കുക. പക്ഷെ ഡയലോഗുകൾക്കൊക്കെ എന്തോ ഒരു ചെറിയ വ്യത്യാസം. ഞാൻ ഒന്നോട് സൂക്ഷിച്ച് കേട്ടു നോക്കി, ചെയ്ത് കളയും. അതെന്താ അങ്ങനെ? ഡയലോഗൊക്കെ എന്താ അങ്ങനെ? പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മലയാളത്തിലേക്ക് ഡബ് ചെയ്ത വർഷനാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഡയലോഗ് മാത്രമല്ല, പാട്ടുകളും വളരെ മനോഹരമായി വ്യക്തമായി അർത്ഥവത്തായി അവര് ഡബ് ചെയ്ത് മലയാളത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഹേ എന്റെ ചിത്തിരത്തത്തെ, എന്റെ ഓമനവാവേ, എന്റെ കുട്ടിപ്പപ്പി, നീ ടേക്ക് മീ ഏ മൈ ഡിയർ മച്ചാ, നീ അടുത്ത് വന്നാ എന്റെ നെഞ്ചിലെ വച്ചാ. അയ്യോ, ഇതൊക്കെ കേട്ടപ്പോഴേക്കും എനിക്ക് അങ്ങ് അയ്യോ, എനിക്ക് ഹാപ്പിയായി. ഞാൻ അങ്ങ് സൂപ്പർ ലെവലായി എൻ്റെ ഹാപ്പിനെസ്. അപ്പൊ എന്താവട്ടെ, ഡിപ്രഷനൊക്കെ ഒന്ന് കുറഞ്ഞാൽ ഹാപ്പി ആയിട്ട് കണ്ടുപിടിക്കാൻ പെട്ടെന്നൊരു പരസ്യം. ഞാൻ അപ്പുറത്തെ ചാനലിലേക്ക് പോയി. സിംഗപ്പെണ്ണേ ആണിനുമീതേ നടന്നവളെ, അങ്ങനെ ഒരു സംഭവം എപ്പോഴും ഉണ്ടായെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ കാര്യമായിട്ട് ആസ്വദിച്ച് കാണാൻ തുടങ്ങി. പിന്നെ പരസ്യം വേറെ ചാനൽ വെച്ചു. എന്നെ കൊറേ ഇത് കേട്ടോണ്ട് അമ്മ അപ്പുറത്തുനിന്ന് വന്നോണ്ട് വെച്ച് എന്നെ കൊറേ നേരമായിട്ട് നീ കണ്ടുപിടിക്കണം, വല്ല പഠിക്കാനല്ലോ പോയിട്ട് പഠിക്കണേന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ ഞാൻ
പ്രശ്നമായില്ല. ഞാൻ നേരെ യൂട്യൂബ് എടുത്ത് ഫോണിൽ ഇതങ്ങ് കാണാൻ തുടങ്ങി. പിന്നെ എപ്പോൾ ഡിപ്രഷൻ വന്നാലും ഞാൻ ഇതങ്ങോട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. നല്ല ആശ്വാസം കിട്ടാൻ തുടങ്ങി. നിങ്ങളും വേണമെങ്കിൽ ട്രൈ ചെയ്തോളൂ. എന്തായാലും പിന്നെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മലയാളത്തിലെ ഡബ്ഡ് സിനിമകളെ കാണുമ്പോൾ ഇത് ഒറിജിനലായിട്ട് എഴുതിയ ആൾക്കാരുടെ ആ ഒരു അവസ്ഥയെ സാരല്ല, എല്ലാവരും കഴിവാണല്ലോ. സോ ഡിപ്രഷൻ തല പോണ ഒരു കേസൊന്നും അല്ല ഈ ഡിപ്രഷൻ. പക്ഷേ തല പോവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, പുറത്ത് പൊട്ടലും ചീറ്റലൊന്നും കണ്ടില്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത് ഇതെല്ലാം സംഭവിക്കേണ്ടത് ഡിപ്രഷൻ വരുമ്പോൾ. പക്ഷേ നമ്മുടെ കൊറോണ പോലെ തന്നെ കറക്റ്റായിട്ട് ഇതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ പണി പാളും, വെട്ടിയിട്ട ബായ്തണ്ട് പോലെ കിടക്കും, കുളത്തിൽ വീണ് കുളമായ ഒരു ജീവിതമായി പോവും. സോ ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.